കണ്ടുപിടിക്കേണ്ടത് പി എന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പോയിന്റിനെ കുറിച്ച് പറയാം. നമ്മൾ ആദ്യം എടുത്തത് ആക്സിയൽ ലൈനിലായിരുന്നു. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയായിരുന്നു, ഇവർ രണ്ടുപേരും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലെ ഒരു പോയിന്റാണ് ആക്സിയൽ പോയിന്റ് അല്ലെങ്കിൽ ആക്സിയൽ ലൈൻ നമ്മൾ വിളിച്ചത്. ഇവിടെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ ലൈൻ എന്നാണ് വിളിക്കുന്നത്. ഇക്വിറ്റോറിയൽ ലൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കണ്ടോ, നമ്മളെടുക്കുന്ന പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും ഇവർ രണ്ടുപേരെയും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ ആ ഒരു സ്ഥലത്തിനെ ഫിക്സ് ചെയ്യുന്നത്. അതും മിഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മിഡ് പോയിന്റിൽ നിന്ന് രണ്ടുപേരുടെയും ചാർജുകളുടെ മിഡ് പോയിന്റിൽ നിന്ന് ഒരു പി എന്നൊരു പോയിന്റാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്നുള്ള മിഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് ആക്കിയും എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന ഡിസ്റ്റൻസിൽ മിഡ് പോയിന്റിൽ നിന്ന് എക്സ് എന്ന ഡിസ്റ്റൻസിൽ പോയിന്റ് പി എടുത്തു. ആ പോയിന്റ് എങ്ങനെയാണ്, ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോഴേക്കും അവർ തമ്മിലുള്ള ആ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം നമ്മൾ പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇക്വേഷൻ അല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, കൂടുതൽ നമ്മൾ ഡയറക്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാൻ ആദ്യം പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ. അപ്പം എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ട് വെച്ചു. ടെസ്റ്റ് ചാർജിന് എന്ത് സൈനാണ്, പോസിറ്റീവ് സൈനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ പ്ലസ് ക്യൂ ചാർജിനെ, ഈ പ്ലസ് ക്യൂ സീറോ ചാർജിനെ പ്ലസ് ക്യൂ ചാർജ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോൾ ഇവനെ നേരെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങോട്ട് പോകും, ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് വരുന്നത്. അപ്പോൾ ഞാനത് ആദ്യം വരയ്ക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് എന്ന് പറയുമ്പോഴേക്കും ഇവൻ റിപ്പൽ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്യുകയാണ് ഇ പ്ലസ് ക്യൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇക്വേഷൻ എഴുതണോ? ഇക്വേഷൻ എഴുതാം. ഈ പ്ലസ് ക്യൂവിൻ്റെ ഇക്വേഷൻ എന്ത് വരും, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് ഓൺ പോയിന്റ് പി എന്ത് വരും, ഇക്വേഷൻ എന്ത് വരും, പറ. ഇക്വേഷൻ എന്ത് വരും, 1/4πε0 ക്യൂ അല്ലേ, ക്യൂ അതിലൊന്നും മാറ്റില്ല, ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ത് വരും, ഡിസ്റ്റൻസ് എന്ത് വരും, എക്സ് സ്ക്വയർ വരുമോ, ഡിസ്റ്റൻസ് എക്സ് സ്ക്വയർ വരുമോ? ഇല്ല. ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമാണ് നമുക്ക് വേണ്ടത് അല്ലേ, അവിടെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വേണ്ടത്. ഈ ചാർജിൽ നിന്ന് ഈ പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ പോയിന്റും ചാർജും തമ്മിലുള്ള ദൂരം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ, ആറാണ് അല്ലേ, എക്സ് അല്ലല്ലോ, ആറല്ലേ, ഇതല്ലേ ആറല്ലേ എടുത്തിരിക്കുന്നത്. എക്സ് എന്ന് പറയുമ്പോഴേക്കും എക്സ് പോലെ ഇരിക്കും, എക്സ് അല്ല അത് ആറാണ്. ഓക്കെ, അപ്പം ആറാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും ആറായിട്ട് എടുക്കണം. ഇത് ആറല്ലേ, ഇപ്പോൾ ആറായിട്ട് എടുത്താൽ മതി. ഓക്കെ, ആറാണ്. അപ്പോൾ എന്ത് വരും, 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ. എക്സ് നമ്മളിവിടെ ഓൾറെഡി എടുത്തല്ലോ, മനസ്സിലായി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് സെയിം അല്ല. അപ്പോൾ എന്തൊരു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്, ക്യൂ ബൈ ആർ സ്ക്വയർ ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. 1/4π ഈ പ്ലസ് ക്യൂ എന്ന് പറയുമ്പോഴേക്കും 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ. ഈ പോയിന്റിൽ ഇത് എങ്ങോട്ട് ആക്ട് ചെയ്യും, ഇവിടുന്ന് ഇതേ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതവിടെ തീർന്നു. അടുത്തത് നമുക്ക് ആരുടെ എടുക്കാം, നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അവിടെയും നമുക്ക് ആരെ തന്നെ ഇതേ ഇവിടെ നമ്മൾ പോയിന്റ് ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. ഈ പോയിന്റ് ചാർജിനെ ഈ മൈനസ് ക്യൂ ചാർജ് എന്ത് ചെയ്യുമെന്ന് നോക്കുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവനും രണ്ടും ഓപ്പോസിറ്റ് സൈൻസ് ആണ്. എന്ത് ചെയ്യും, ഈ ചാർജ് ഇവനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങോട്ട് വലിക്കും. ഇങ്ങോട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അവൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് എന്ന് പറയുമ്പോഴേക്കും ഏത് ഡയറക്ഷനിൽ വരും, ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിലൂടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അവൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു ഈ മൈനസ് ക്യൂ അല്ലേ. ഈ മൈനസ് ക്യൂൻ്റെ ഇക്വേഷൻ എഴുതിക്കോ, ഈ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ വരും ഇവിടെ 1/4πε0, അതും ക്യൂ തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് അതും ആർ തന്നെയാണ്. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പോലെ തന്നെ വരുള്ളൂ, ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇതുപറ്റി ഇക്വേഷൻ രണ്ട് സെയിം ആയല്ല, അപ്പോൾ അത് തന്നെ എഴുതാം. എന്താ എഴുതാം, നമുക്കിപ്പോൾ ഈ പ്ലസ് ക്യൂ അത് നമുക്ക് വേണ്ടായിരുന്നു, നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ എഴുതുന്നു ഈ പ്ലസ് ക്യൂ സീക്വൽ ടു എന്തെഴുതാം, ഈ പ്ലസ് ക്യൂ സീക്വൽ ടു ഈ മൈനസ് ക്യൂ അല്ലേ. ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത് ഞാൻ ഇവർ രണ്ടുപേരെയും കൂടെ ഇ എന്ന് എഴുതുന്നു. കുഴപ്പമില്ലല്ലോ, ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമായിരുന്നു, നിങ്ങൾ തന്നെ പറഞ്ഞു, നന്നായി. അപ്പോൾ ഈ പ്ലസ് ക്യൂ സീക്വൽ ടു ഈ മൈനസ് ക്യൂ സീക്വൽ ടു ഇ നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്ക് എന്നാൽ ആവശ്യമുണ്ട്. ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇത്രയും കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം, ഈ ഫിഗറിലേക്ക് വരാം. ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത റിസൾട്ടൻറ്റ് ഫസ്റ്റ് കേസിൽ ആക്സിയൽ ലൈനിൽ എടുത്ത റിസൾട്ടൻറ്റ് അത് രണ്ടും കൂടെ ആംഗിൾ 180 ഡിഗ്രി ആയിരുന്നുകൊണ്ട് നമ്മൾ റിസൾട്ടൻറ്റ് എങ്ങനെ എടുത്തു, ചുമ്മാ നമ്മൾ എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്താണ് എടുത്തത്. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ ഇവർ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിൽ, ഒരാൾ ഇങ്ങോട്ടാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ടാണ്.
അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ട്, ഒരു ആംഗിളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം എന്താ, ഇവർ വെക്ടേഴ്സ് അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ റിസൾട്ടൻ്റ് ഇക്വേഷൻ r=√a² + b² + 2ab cos θ അങ്ങനെയൊക്കെ എടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്യാം. നമ്മൾ അതെടുക്കുന്നില്ല. നമ്മൾ ഇവന്മാരെ റിസോൾവ് ചെയ്യാൻ പോവാണ്. റിസോൾവ് ചെയ്യാൻ പോകുന്ന പറയാൻ ശ്രദ്ധിച്ചോണം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഇവിടെ ഈ ആക്സിയൽ ലൈൻ ഇത് തമ്മിലുള്ള ആംഗിൾ ഞാൻ തീറ്റ മാർക്ക് ചെയ്യുന്ന കരുതുക. തീറ്റ മാർക്ക് ചെയ്യുന്ന കരുതുക. അത് തീറ്റയാണെങ്കിൽ നോക്കിയേ, ഇങ്ങനൊരു ലൈൻ, ഇങ്ങനൊരു ലൈൻ അല്ലേ. ഇവിടെ ഞാൻ ഇങ്ങനൊരു ലൈൻ, ഇങ്ങനെ ഒരു പാരൽ ലൈൻ വരച്ച് വിചാരിക്കുക. ഇങ്ങനൊരു പാരൽ ലൈൻ, ഇത് രണ്ടും പാരലൈൻസ് അല്ലേ. ഇത് രണ്ടും ബാലൻസ് ആണ്. ഇവർ കട്ട് ചെയ്തൊരു ഒരു ലൈൻ വന്നു എങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റയായിരിക്കും അല്ലേ. ഇതും തീറ്റയായിരിക്കും. മനസ്സിലായി. അപ്പം നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതായത് ഈ പോയിന്റ് പിയിലൂടെ ശ്രദ്ധിച്ചോണേ, പോയിന്റ് പിയിലൂടെ ഇവന് പാരലായിട്ട് ഞാൻ എന്താ ഒരു ലൈൻ അങ്ങ് വരച്ചു ഉണ്ടോ. പോയിന്റ് പി ആണ്. പോയിന്റ് പിയിലൂടെ ഈ രണ്ട് ലൈനിൽ പാരലായിട്ടൊരു ലൈൻ വരച്ചു. അവന്മാർ കട്ട് ചെയ്തിട്ടാണ് ഇതാ ഈ ലൈൻ, ഈ ബ്ലൂ ലൈൻ വരുന്നത് ഇവന്മാർ കട്ട് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ തീറ്റയാകുമ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റയായിരിക്കും. ഇതും തീറ്റയായിരിക്കും. ഓക്കെ, സംഭവം ഇപ്പോൾ സിമ്പിളാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ E+Q മേളിലേക്ക് പോകുന്നു എങ്കിൽ തീറ്റ കമ്പോണൻ്റ് ഏതായിരിക്കും, E+Qൻ്റെ തീറ്റ ഡയറക്ഷനുള്ള ഈ കമ്പോണൻ്റ് ഏതായിരിക്കും, E+Q എന്ന കമ്പോണൻ്റ് പോകുന്നല്ലോ വെക്ടർ അല്ലേ. എങ്കിൽ E+Qൻ്റെ തീറ്റ ആംഗിളിന് അടുത്തുള്ള കമ്പോണൻ്റ് ഏതായിരിക്കും, എന്തായിരിക്കും, E-Q പോകണേ. E+Q ഇങ്ങനെ പോകുന്നു. E+Qൻ്റെ തീറ്റ കമ്പോണൻ്റാണ് ഞാൻ ചോദിച്ചത്, വെക്ടർ അല്ലേ. ഇവനായിട്ട് റിസോൾവ് ചെയ്യാണ്. ഇങ്ങനൊരു കമ്പോണൻറ്റും ഇങ്ങനൊരു കമ്പോണൻ്റായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അല്ലേ. അപ്പോൾ E+Qൻ്റെ ഏത് കമ്പോണൻ്റ് ആയിരിക്കും ഇവിടെ കൂടെ പോകുന്നത്, ഏതായിരിക്കും, കോസ് കമ്പോണൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഗ്രീൻ ലൈനൂടെ പോകുന്നത് E+Qൻ്റെ E+Q കോസ് തീറ്റ ആയിരിക്കും അല്ലേ. E+Q കോസ് തീറ്റ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആരെ എഴുതണം, E+Q സൈൻ തീറ്റനെ എഴുതണം. അതെങ്ങനെ വരും, അത് നേരെ മേലോട്ട് പോകുന്നു. അതിവിടെ എന്തെങ്ങനെ എഴുതാം, E+Q സൈൻ തീറ്റ. നമ്മൾ ആരെ റിസോൾവ് ചെയ്തു, E+Q എന്ന് ഈ വെക്ടറിനെ E+Q സൈൻ തീറ്റയാക്കി, E+Q കോസ് തീറ്റയാക്കി, E+Q സൈൻ തീറ്റയും ആക്കി അല്ലേ. ഇനി ആരെ റിസോൾവ് ചെയ്യണം, E+Qന് മാത്രം റിസോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുമോ, ഇല്ല. ഇവർ രണ്ടുപേരെ നമുക്ക് ഒരേ ഡയറക്ഷനിൽ കിട്ടിയാലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ E+Q കോസ് തീറ്റ ഇങ്ങോട്ടുണ്ട്, E+Q ഇങ്ങോട്ടുണ്ട്, E-Q ഇങ്ങോട്ടുണ്ട്. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണോ ആരെങ്കിലും, അല്ല. നമുക്കപ്പോൾ ഇവരെ ആരെങ്കിലുമൊക്കെ ഒരേ ഡയറക്ഷനിൽ കൊണ്ടുവരണം. E+Qൻ്റെ കമ്പോണൻറ്റ് E-Qൻ്റെ കമ്പോണൻറ്റ് ഒരേ ഡയറക്ഷനിൽ കൊണ്ടുവരണം. ഇപ്പോഴും ഒരേ ഡയറക്ഷനല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത റിസോൾവ് ചെയ്യും, E-Qന് റിസോൾവ് ചെയ്യും അല്ലേ. അപ്പോൾ E-Q ഇത് ഇങ്ങോട്ട് പോകുന്നു അല്ലേ. തീറ്റ ആംഗിൾ ഒരെണ്ണം ഇങ്ങോട്ടും പോകാം, ഒരെണ്ണം ഇങ്ങോട്ടും പോവാം അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് തീറ്റ അടുത്തുള്ള കമ്പോണൻറ്റ് ഏത് വരും, കോസ് തീറ്റ വരും, സൈൻ തീറ്റ വരുമോ, തീറ്റ അടുത്തുള്ളത് കോസ് തീറ്റ വരും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, E-Q കോസ് തീറ്റ. കോസ് കമ്പോണൻ്റ് അല്ലടാ തീറ്റ അടുത്തുള്ളത് വരുന്നത്, തീറ്റയുടെ അടുത്ത് ഇതല്ലേ ആംഗിൾ തീറ്റ അല്ലേ. അപ്പോൾ തീറ്റയുടെ അടുത്തൂടെ E-Qൻ്റെ തീറ്റയുടെ അടുത്തുള്ള കമ്പോണൻ്റ് E-Q കോസ് തീറ്റ അല്ലേ. താഴത്തേക്ക് ഇവിടുന്ന് നേരെ താഴത്തേക്ക് ആരും പോവും, E-Q സൈൻ തീറ്റയും പോവും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒരെണ്ണം ഈ ഡയറക്ഷനിലായിരുന്നു, ഒരെണ്ണം ഈ ഡയറക്ഷനിലുമായിരുന്നു. ഈ രണ്ട് ഡയറക്ഷനായിട്ട് നമുക്ക് റിസൾട്ടൻ്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓരോരുത്തരെ റിസോൾവ് ചെയ്തു. അപ്പോൾ E+Qനെ റിസോൾവ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് E+Q കോസ് തീറ്റ വന്നു, ഇങ്ങോട്ട് E+Q സൈൻ തീറ്റയും വന്നു. ഇനി ഈ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരണം, എന്നാലേ നമുക്ക് ഈ റിസൾട്ടൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഫസ്റ്റ് റിസോൾവ് ചെയ്തപ്പോഴും ഇവൻ ഇങ്ങോട്ടാണ്, ഇവൻ അപ്പോഴും വേറെ വഴിയാണ്. അപ്പോൾ ഇവനെ നമ്മൾ റിസോൾവ് ചെയ്തു. E-Q താഴത്തോട്ടാണ്, അതിൻ്റെ തീറ്റ കമ്പോണൻറ്റ് E-Q കോസ് തീറ്റ എഴുതി, ഇങ്ങോട്ട് E-Q സൈൻ തീറ്റയും എഴുതി അല്ലേ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു E+Qയും E-Q ഈക്വലാണ് അല്ലേ. E+Qയും E-Q ഈക്വൽ ആണെങ്കിൽ E+Q സൈൻ തീറ്റയും E+Q കോസ് തീറ്റ എങ്ങനെയായിരിക്കും അല്ല, E+Q സൈൻ തീറ്റയും E-Q സൈൻ തീറ്റ എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. E+Qയും E-Q ഈക്വലാണ്. സൈൻ തീറ്റയും ഈക്വലാണല്ലോ അല്ലേ. കാരണം ഇവിടെ ഒറ്റ ആംഗിളിനെ കുറിച്ച് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ E+Q സൈൻ തീറ്റ ഈക്വൽ ടു E-Q സൈൻ തീറ്റയാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാർ എങ്ങനെയും കൂടെ ആണെന്ന് പറയാമോ, ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണോ, അല്ല, ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവന്മാർ ക്യാൻസലായി പോകും അല്ലേ. E+Q സൈൻ തീറ്റ E-Q സൈൻ തീറ്റയും ഈക്വലാണ് ആൻഡ് ഓപ്പോസിറ്റാണ് അല്ലേ. സോ ദേ എന്ത് സംഭവിക്കും, ക്യാൻസൽസ് ഈച്ച് അതർ
ഇവർ രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. അവന്മാരുടെ എഫക്റ്റ് എന്തായിപ്പോയി? നള്ളിഫൈ ആയിപ്പോയി. ഇനി ഒരേ ഡയറക്ഷനിലുള്ള ആൾക്കാർ ആരൊക്കെയുണ്ട്? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റയും ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും ഒരേ ഡയറക്ഷനില്ല. അവന്മാർ ഈക്വലും ആണ് അല്ലേ? അവന്മാർ ഒരേ ഡയറക്ഷനില്ല. അപ്പം നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആര് കാരണമുള്ളതേ ഉള്ളൂ? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ കാരണമുള്ളതും ഈ മൈനസ് ക്യൂ കോസ് തീറ്റ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഈ പോയിന്റിൽ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്കിനി കണ്ടുപിടിക്കാം. ഈ ടോട്ടൽ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്തായിരുന്നു? ഈ പ്ലസ് ക്യൂവും ഈ മൈനസ് ക്യൂ ഈക്വലാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ പ്ലസ് ക്യൂ കോസ് തീറ്റയും ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും ഈക്വൽ അല്ലേ? ഇത് ഈ പ്ലസ് ക്യൂവും ഈ മൈനസ് ക്യൂവിനെയും ചേർത്ത് നമ്മൾ ഈ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? എങ്കിൽ ഈ ഇക്വേഷനെ എനിക്ക് മാറ്റി എഴുതിക്കൂടെ? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റയ്ക്ക് വരെ ഞാൻ എഴുതുന്നു ഈ കോസ് തീറ്റ പ്ലസ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റയ്ക്ക് വരും ഞാൻ എഴുതുന്നു ഈ കോസ് തീറ്റ. കുഴപ്പമുണ്ടോ? സംഭവം ഈക്വലാണ്, സംഭവം സിമ്പിളാണ് അല്ലേ? ഇത് രണ്ടും സെയിം അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? ഈ ടോട്ടൽ ഇസ് ഈക്വൽ ടു ഈ കോസ് തീറ്റ പ്ലസ് ഈ കോസ് തീറ്റ എങ്ങനെ വരും? 2e കോസ് തീറ്റ അല്ലേ? ഒരേപോലുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 2e കോസ് തീറ്റ അല്ലേ? സംഭവം തീർന്നു. 2 ഇൻറ്റു ഈക്ക് പകരം എന്ത് ഇക്വേഷൻ കൊടുക്കാം? ഈക്ക് പകരം നമ്മൾ ഇക്വേഷൻ കൊണ്ടിട്ടുണ്ടല്ലോ. ഈ പ്ലസ് ക്യൂ ഈ മൈനസ് ക്യൂ സെയിം ആണ്. അതാണ് ഈ തന്നെ അല്ലേ? ഇവനും ഈ ആണ് ഇവനും ഈ ആണ് അല്ലേ? എങ്ങനെ എഴുതാം? ഈക്ക് പകരം 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. 2 ഇൻറ്റു 1/4πε0 ക്യൂ ബൈ r സ്ക്വയർ. അപ്പോൾ 2 എഴുതി ഈ എഴുതി അല്ലേ? ബാക്കി ആരുണ്ടൊരു കോസ് തീറ്റ ഇല്ലേ? ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റയ്ക്ക് വരം ഈ ട്രയാങ്കിളിൽ നിന്ന് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റയ്ക്ക് വരെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഇതാണ് തീറ്റ അല്ലേ? ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? ഇതല്ലേ? മൊത്തം 2l ആണെങ്കിൽ ഇതെന്താ? L അല്ലേ? L ഡിവൈഡഡ് ബൈ എന്ത് വരും? R വരും. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു L ബൈ R ആണ്. അതിവിടെ കൊണ്ടുവരാം ഇൻറ്റു L ഡിവൈഡഡ് ബൈ R ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഇൻറ്റു r എന്ത് വരും? r ക്യൂബ് അല്ലേ? ഇവിടെ എന്തുകൂടെ ഉണ്ട്? L കൂടെ ഉണ്ട്. കേട്ടില്ല? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 ഞാൻ ആദ്യം എഴുതുന്നു. 1/4πε0 ഇൻറ്റു ഈ 2നെ ഈ 2നെ ഇവരുടെ കൂടെ എഴുതുവാണ്. 2 ഇൻറ്റു ക്യൂ ഇൻറ്റു L അല്ലേ? ഡിവൈഡഡ് ബൈ എന്തെഴുതാം? r ക്യൂബ് 12 ക്യൂബ് എന്ന് പറയുമ്പോഴേക്കും 2QL എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും എഴുതുന്നു 1/4πε0 12 ക്യൂവിന് പകരം P ഡിവൈഡഡ് ബൈ എന്ത് വന്നു? R ക്യൂബ് എന്ന് വന്നു അല്ലേ? അതൊരു ഇക്വേഷനാണ്. പക്ഷേ ഇതല്ല നമുക്ക് ഫൈനൽ വേണ്ടത്. നമുക്ക് ആക്ച്വലി ഇക്വേഷൻ ആറിൻ്റെ രൂപത്തിലല്ല വേണ്ടത്. ആർ എന്ന് പറഞ്ഞാൽ മിയർലി ജസ്റ്റ് എന്ത് ഡിസ്റ്റൻസ് ആണെന്ന് പറയാമോ? ആർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് ഏത് ഡിസ്റ്റൻസ് ആണ്? ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ്. നമുക്ക് ഈ ഡിസ്റ്റൻസ് അല്ല വേണ്ടത്. നമുക്ക് ആരെയാണ് വേണ്ടത്? നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. മിഡ് പോയിന്റിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമാണ് വേണ്ടത്. അത് എക്സ് ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എക്സിനെ കൊണ്ടുവരും? ആറിനെ മാറ്റണം, എക്സിനെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? ആറിനെ മാറ്റണം, എക്സിനെ കൊണ്ടുവരണം. ഇവിടെ ഒരു എല്ല് കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ കൊണ്ടുവരും? പറ. 6L X എങ്ങനെ കണക്ട് ചെയ്യും? പൈതോറസ് തിയറം വെച്ചെടുത്തൂടെ എന്തോരാ? r² = x² + L² ആണ് അല്ലേ? അപ്പോൾ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് എഴുതാം r² = x² + L² ആണ് അല്ലേ? അപ്പോൾ r² ആണ് x² + L². നമുക്കിവിടെ ഉള്ളത് r³ ആണ് അല്ലേ? അല്ലെങ്കിൽ r = എങ്ങനെ എഴുതാം? √(x² + L² എന്ന് എഴുതാം. ഈ റൂട്ടിനെ തമ്മിൽ നമ്മൾ വേറെ രീതി എഴുതാറുണ്ട്. എങ്ങനെയാണ്? x² + L² ⁴ (1/2) ഇങ്ങനെ എഴുതിക്കൂടെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ r. ഇതാണ് r. ഈ r-നെ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പം എങ്ങനെ വരും നോക്കിയേ? ഈ ടോട്ടൽ = (1/2) അത് പറയാം. അപ്പം ഈ ടോട്ടൽ = എന്ത് വരും നോക്കിക്കോണം? 1/4πε0 × P ഡിവൈഡഡ് ബൈ എന്ത് വരും? ആറിന് വരെ നമുക്ക് എന്താ എഴുതാം? x² + L² ⁴ (1/2) എന്ന് എഴുതാം ആറിന് വരം. ഇനി ആറിന് വരെ മാത്രമാണ് റൈസ് ടു എന്തുണ്ട്? റൈസ് ടു
ദ ഹോൾ ക്യൂബ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ എ റൈസ് ടു എം എൻ ആണ്, 3/2 എന്ന് വരും. അപ്പോൾ എങ്ങനെ വരും? 1/4πε0 1/4πε0 പി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 എന്ന് വരും. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇനിയും നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ് അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. നമ്മൾ ഫൈനൽ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഇതല്ലല്ലോ നമുക്ക് ആക്സിയലിൽ ഫൈനൽ എഴുതിയത്. എന്തോ ചെയ്തത്? ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ എക്സും എല്ലും കൂടെ നോക്കുമ്പോഴേക്കും എക്സ് ഒരുപാട് വലുതും എല്ല് ചെറുതുമാണ്, അതുകൊണ്ട് എൽ സ്ക്വയറിനെ നമ്മൾ നിഗ്ലക്ട് ചെയ്യും. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 എന്ന് വരും. 2 വെട്ടിപ്പോവും, ബാക്കി എന്ത് വരും? എക്സ് ക്യൂബ് വരും. അപ്പോൾ നമുക്ക് ഫൈനൽ വരുന്നത് എന്ന് പറയുമ്പോഴേക്കും എന്തായിരിക്കും പറയാമോ? ഫൈനൽ വരുന്നത് എന്തായിരിക്കും എന്ന് പറയാമോ? 1/4πε0 p/x³ എന്ന് വരും അല്ലേ. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ വരുന്നതാണ് ഈ ഇക്വറ്റോറിയലാണ്. ഈ ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 p/x³. മറ്റേതിൽ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മറ്റേതിൽ ആക്സിയലിൽ 2p/x³ ആയിരുന്നു. ഇത് വന്നപ്പോൾ എന്താണ്? p/x³ എന്ന് വന്നു. അതിൻ്റെ പകുതിയാണിത്. അതാണ് സംഭവം. ഓക്കെ, സംഭവം സിമ്പിളാണ്, പക്ഷേ കുറച്ച് ലെങ്ത് ഉണ്ട്. നമ്മൾ ഈ ഒരു സംഭവം, ഈ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഫിഗറിൽ നിന്നായിരിക്കണം നിങ്ങൾ ഈ സാധനം എഴുതേണ്ടത്, അല്ലാതെ കാണാപ്പാടം അല്ല എഴുതേണ്ടത്. ഫിഗറിൽ നിന്ന് എഴുതണം, എന്നാലും നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ.